ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു CCB ടൂൺസ്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിലെ കോപ്പറേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റികളെക്കുറിച്ചും കമ്മീഷനെക്കുറിച്ചുമാണ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മളെല്ലാവരും വീടുകളിൽ സേഫായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ സമയം നമ്മൾ മാക്സിമം പഠനത്തിനായിട്ട് പ്രചോദനപ്പെടുത്തുക കേട്ടോ. നിങ്ങൾ മാക്സിമം പഠിക്കുക, നിങ്ങൾക്ക് പറ്റുന്ന സമയമൊക്കെ ഇരുന്ന് പഠിക്കുക. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ഈ ക്ലാസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. ഞാൻ സ്ലൈഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യും, ഞാൻ പറയുകയാണ് ചെയ്തത്, ബാക്കി പോയിൻറ്റ്സെല്ലാം ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നോട്ട് എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റീനെ കുറിച്ച് പഠിക്കാം അല്ലേ. AIRCSC ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, എന്തായാലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ്. ഓക്കെ, ഈ കമ്മിറ്റിയുടെ ചെയർമാൻ AD ഗോർവാലയാണ്. 1951 ഈ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നത്. RBI ആണ് ഈ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യുന്നത്. ആ സമയത്തെ RBI ഗവർണർ B. റാം റാവു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1954 കാര്യം ഓർത്തിരിക്കുക. മാഗ്ന കാർത്ത ഓഫ് ഇന്ത്യൻ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണെന്ന് ഓർത്തിരിക്കുക. ദെൻ ഈ കമ്മിറ്റിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കോർപ്പറേഷൻ ഹാഡ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ് എന്നുള്ളത് ഈ കമ്മിറ്റിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ കമ്മിറ്റിയെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 3 രീതിയിലാണ്, 3 ഫോർമാറ്റിലാണ്, 3 വോളിയത്തിലാണ്. ആ 3 വോളിയം എങ്ങനെയായിരുന്നു? സർവേ റിപ്പോർട്ട്, ജനറൽ റിപ്പോർട്ട്, ടെക്നിക്കൽ റിപ്പോർട്ട്. ഈ 3 രീതിയിലാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. സർവേ റിപ്പോർട്ട്, ജനറൽ റിപ്പോർട്ട്, ടെക്നിക്കൽ റിപ്പോർട്ട്. ദെൻ ഈ കമ്മിറ്റിയിൽ 4 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ മെമ്പർ ആരാണ്? AD ഗോർവാലയാണ് ചെയർമാൻ. ദെൻ DR ഗാഡ്ഗിൽ, B. വെങ്കിടാപ്പൈ, NSR ശാസ്ത്രി. NSR ശാസ്ത്രി എന്ന് പറയുന്നത് മെമ്പർ സെക്രട്ടറി ആയിരുന്നു. ഈ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിരുന്നു NSR ശാസ്ത്രി എന്നുള്ളത് ഓർത്തിരിക്കുക. ഒന്നും കൂടെ പറയാം. AIRCSC ഫുൾ ഫോം ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. AD ഗോർവാലയാണ് ചെയർമാൻ. 1951 RBI അപ്പോയിൻറ്റ് ചെയ്യുന്ന കമ്മിറ്റിയാണിത്. ആ സമയത്തെ RBI ഗവർണറാണ് B. രാമറാവു. 1954 ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. മാഗ്ന കാർത്ത ഓഫ് ഇന്ത്യൻ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നതും ഈ കമ്മിറ്റിയാണ്. കോർപ്പറേഷൻ ഹാഡ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതും ഈ കമ്മിറ്റിയാണെന്ന് ഓർത്തിരിക്കുക. സർവേ റിപ്പോർട്ട്, ജനറൽ റിപ്പോർട്ട്, ടെക്നിക്കൽ റിപ്പോർട്ട് എന്നിങ്ങനെ 3 വോളിയത്തിലാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. 4 മെമ്പേഴ്സാണ് ഈ കമ്മിറ്റിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ചെയർമാനായ AD ഗോർവാല, DR ഗാഡ്ഗിൽ, B. വെങ്കിടാപ്പൈ, NSR ശാസ്ത്രി ആയിരുന്നു ഈ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI റെക്കമെൻഡ് ചെയ്തു. NCDC നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ റെക്കമെൻഡ് ചെയ്തു. NCWB നാഷണൽ കോപ്പറേറ്റീവ് വെയർഹൗസിംഗ് ബോർഡ് ഇവയെല്ലാം വേണമെന്ന് റെക്കമെൻഡ് ചെയ്തത് ഈ കമ്മിറ്റിയാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണെന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ക്രോപ്പ് ലോൺ സിസ്റ്റം, ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇതെല്ലാം റെക്കമെൻഡ് ചെയ്തത് ഈ കമ്മിറ്റിയാണ്. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, ഓൺലി 1 DCB ഇൻ 1 ഡിസ്ട്രിക്ട്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരെണ്ണം മതി എന്ന ആശയം പങ്കുവച്ചത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തത് ഈ കമ്മിറ്റിയാണ്. ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ് റെക്കമെൻഡ് ചെയ്തതും ഈ കമ്മിറ്റിയാണ്. നമ്മുടെ പറയാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, NCDC, NCWB നാഷണൽ കോപ്പറേറ്റീവ് വെയർഹൗസിംഗ് ബോർഡ് ഇതിൻ്റെ എല്ലാ ഫോർമേഷനെ റെക്കമെൻഡ് ചെയ്തത് ഈ കമ്മിറ്റിയാണ്. ക്രോപ്പ് ലോൺ സിസ്റ്റം, ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, ഓൺലി 1 DCB ഇൻ 1 ഡിസ്ട്രിക്ട്, ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്നീ ആശയങ്ങൾ അല്ലെങ്കിൽ ഇവയെല്ലാം റെക്കമെൻഡ് ചെയ്തത് ഈ കമ്മിറ്റിയാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത കമ്മിറ്റി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. നമ്മൾ അവിടെ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? സർവേ കമ്മിറ്റി ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിവ്യൂ കമ്മിറ്റിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് തറവായിട്ട് പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഈ 2 കമ്മിറ്റികളും അപ്പോയിൻറ്റ് ചെയ്യുന്നത് RBI ആണെന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. രണ്ടും ഒരു സിമിലാരിറ്റിയാണ്. 2 കമ്മിറ്റിയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് RBI ആണ്. ദെൻ ഓക്കെ, ഈ കമ്മിറ്റി 1966 ജൂലൈയിലാണ് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. 1969 ജൂലൈ 30 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഈ കമ്മിറ്റിയുടെ ചെയർമാനാണ് B. വെങ്കിടാപ്പൈ. ആരാണ്? B. വെങ്കിടാപ്പൈ എന്ന കാര്യം ഓർത്തിരിക്കുക. B. വെങ്കിടാപ്പൈ ആദ്യത്തെ സർവേ കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു, റിവ്യൂ കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ദെൻ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി SFDA ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു. മൾട്ടി ഏജൻസി അപ്രോച്ച് ഇൻ റൂറൽ ക്രെഡിറ്റ് ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു. REC റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, RES റൂറൽ ഇലക്ട്രിഫിക്കേഷൻ സ്കീം. ഞാൻ അതിൻ്റെ ഫുൾ ഫോം നോട്ടിൽ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതിയെടുക്കുക.
REC റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, RES റൂറൽ ഇലക്ട്രിഫിക്കേഷൻ സ്കീം. ഈ രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തത് ഈ കമ്മിറ്റിയാണ്. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ്റെ ആദ്യത്തെ ചെയർമാനും ബി വെങ്കിടാപ്പയ്യ ആയിരുന്നു. 1969 എന്നും കൂടെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ദെൻ അഗ്രികൾച്ചർ റീഫിനാൻസിങ് കോർപ്പറേഷൻ റെക്കമെൻഡ് ചെയ്തത് ഈ കമ്മിറ്റിയാണ്. അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബോർഡ് റെക്കമെൻഡ് ചെയ്തു ഈ കമ്മിറ്റിയാണ്, ഓർത്തിരിക്കുക. അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1979 ഫെബ്രുവരി 18 കൂടെ ഓർത്തിരിക്കുക. ഒന്നും കൂടെ പറയാം. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ARC 1966 ജൂലൈയിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നു. 1969 ജൂലൈ 30 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. RBI ആണ് അപ്പോയിൻറ്റ് ചെയ്തത്. ബി വെങ്കിടാപ്പയ്യാണ് ചെയർമാൻ. ബി വെങ്കിടാപ്പയ്യ റിവ്യൂ കമ്മിറ്റിയിലുണ്ട്, സർവേ കമ്മിറ്റിയിലുണ്ട്. റെക്കമെൻഡേഷൻസ്: സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, മൾട്ടി ഏജൻസി അപ്രോച്ച് ഇൻ റൂറൽ ക്രെഡിറ്റ്, REC, RES, അഗ്രികൾച്ചർ റീഫിനാൻസിംഗ് കോർപ്പറേഷൻ, അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബോർഡ് 1979 ഫെബ്രുവരി 18 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് മാക്ലാഗൻ കമ്മിറ്റി അല്ലേ. മാക്ലാഗൻ കമ്മിറ്റിയുടെ ചെയർമാൻ മാക്ലാഗൻ തന്നെയാണ്. 1914 ഒക്ടോബർ 14 ഈ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. 1915 ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഇന്ത്യയിലെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കമ്മിറ്റിയാണ് മാക്ലാഗൻ കമ്മിറ്റി എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് മാക്ലാഗൻ കമ്മിറ്റിയാണെന്ന് ഓർത്തിരിക്കുക. ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് മാക്ലാഗൻ കമ്മിറ്റിയാണെന്ന് ഓർത്തിരിക്കുക. ദെൻ മാക്ലാഗൻ കമ്മിറ്റിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ലാക്ക് ഓഫ് ടീച്ചിങ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ. എന്താണ് ലാക്ക് ഓഫ് ടീച്ചിങ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ എന്നുള്ളത് മാക്ലാഗൻ കമ്മിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ദെൻ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ് 1 man 1 vote പ്രിൻസിപ്പിൾ. ഈ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്. 1 man 1 vote എന്ന കൺസെപ്റ്റ് റെക്കമെൻഡ് ചെയ്തത് മാക്ലാഗൻ കമ്മിറ്റിയാണ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അപ്പെക്സ് ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക്സ്, അർബൻ ബാങ്ക്സ്, പ്രൊവിൻഷ്യൽ ബാങ്ക്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്തത് മാക്ലാഗൻ കമ്മിറ്റിയാണ്. അപ്പെക്സ് ബാങ്ക്, സെൻട്രൽ ലെവൽ ബാങ്ക്സ്, അർബൻ ബാങ്ക്സ്, പ്രൊവിൻഷ്യൽ ബാങ്ക്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്തത് ഈ കമ്മിറ്റിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. മാക്ലാഗനാണ് ചെയർമാൻ. 1914 ഒക്ടോബർ 14 അപ്പോയിൻറ്റ് ചെയ്യുന്നു. 1915 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഇന്ത്യയിലെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കമ്മിറ്റിയാണ് മാക്ലാഗൻ കമ്മിറ്റി എന്ന് ഓർത്തിരിക്കുക. ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നു. ലാക്ക് ഓഫ് ടീച്ചിങ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ ഈ കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. റെക്കമെൻഡേഷൻസ്: 1 man 1 vote, അപ്പെക്സ് ബാങ്ക്സ്, സെൻട്രൽ ലെവൽ ബാങ്ക്സ്, അർബൻ ബാങ്ക്സ്, പ്രൊവിൻഷ്യൽ ബാങ്ക്സ് ഇവയെല്ലാം ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണെന്ന കാര്യം കൂടെ കൂട്ടി വായിക്കുക. അടുത്ത കമ്മിറ്റി അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ACRC. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ AM ഹൂസ്രോയാണ്. 1986 RBI ആണ് ഈ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. 1986 അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. RBI ആണ് ഈ കമ്മിറ്റിയും അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. 1989 ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ് പ്രോംപ്റ്റ് ആൻഡ് ടൈമിൽ ഇലക്ഷൻസ്. നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെക്കമെൻഡ് ചെയ്തത് അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻസ് എന്ന ആശയം അതും റെക്കമെൻഡ് ചെയ്ത് അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ACRC ഫുൾ ഫോം അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. AM ഹൂസ്രോയാണ് ചെയർമാൻ. 1986 RBI അപ്പോയിൻറ്റ് ചെയ്യുന്നു. 1989 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. റെക്കമെൻഡേഷൻസ് ആണ് പ്രോംപ്റ്റ് ആൻഡ് ടൈംലി ഇലക്ഷൻസ്, നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻസ് എന്നിവയൊക്കെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി സെൻട്രൽ ഗവൺമെൻറ്റാണ് ഈ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ജഗദീഷ് കപൂറാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ. 1999 ഈ കമ്മിറ്റി സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. 2000 ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ് സ്ട്രെങ്തനിങ് ഓഫ് ക്യാപിറ്റൽ ബേസ്, മിനിമൈസേഷൻ ഓഫ് ഗവൺമെൻറ് കൺട്രോൾ ആൻഡ് റെഗുലേഷൻ എന്നിവയാണ് ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്ന കാര്യം ഓർത്തിരിക്കുക. സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തു. 1999 ജഗദീഷ് കപൂറാണ് ചെയർമാൻ. 2000 ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. റെക്കമെൻഡേഷൻസ് ആണ് സ്ട്രെങ്തനിങ് ഓഫ് ക്യാപിറ്റൽ ബേസ്, മിനിമൈസേഷൻ ഓഫ് ഗവൺമെൻറ് കൺട്രോൾ ആൻഡ് റെഗുലേഷൻ. ദെൻ എഡ്വേർഡ് ലോ കമ്മിറ്റി. എഡ്വേർഡ് ലോ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത് 1901 1904 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. എഡ്വേർഡ് ലോ കമ്മിറ്റിയിലെ 3 ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. എഡ്വേർഡ് ലോയാണ് ചെയർമാൻ. ദെൻ FA നിക്കോൾസൺ ആരാണ് ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് FA നിക്കോൾസൺ ആണ്. ദെൻ ഡൂപ്പർനെക്സ്. ഇങ്ങനെ 3 പേരാണ് ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ദെൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഡ്രാഫ്റ്റ് ചെയ്തത് ഈ കമ്മിറ്റിയാണെന്ന കാര്യം കൂടെ ഓർത്തിരിക്കും.
നെക്സ്റ്റ് കമ്മിറ്റി റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. എച്ച് കാൽവേർട്ടാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ. 1926 സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. 1928 തന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. എച്ച് കാൽവേർട്ടിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. ഈ കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഫ് കോപ്പറേഷൻ ഫെയിൽസ് ദെയർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഫോർ റൂറൽ ഇന്ത്യ എന്നുള്ളത് ഈ കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് കാര്യം ഓർത്തിരിക്കാം. ദെൻ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് റെഗുലേറ്റഡ് മാർക്കറ്റ് ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. LMB ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി ഇവയെല്ലാം ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണെന്ന കാര്യം ഓർത്തിരിക്കാം. എച്ച് കാൽവേർട്ടാണ് ചെയർമാൻ. 1926 അപ്പോയിൻറ്റ് ചെയ്തു. 1928 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എച്ച് കാൽവേർട്ടിൻ്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഫ് കോപ്പറേഷൻ ഫെയിൽസ് there will fail the best hope for rural India. Recommendations regulated market, LMP, single purpose cooperative society, farmers service society എന്നിവയൊക്കെ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണെന്ന കാര്യം ഓർത്തിരിക്കാം. ദെൻ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ആദ്യം പഠിച്ച രണ്ടെണ്ണം, സർവേ കമ്മിറ്റിയും റിവ്യൂ കമ്മിറ്റിയും. ആ രണ്ടും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരീക്ഷകളിലും ഒരു ക്വസ്റ്റ്യനെങ്കിൽ ആ ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൊണ്ട് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി കാണുന്നവരെ താങ്ക് യു.